കാളിദാസിന്റെ ഭാര്യ തരുണിക്കൊപ്പമാണ് പാർവതി ജയറാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയത്. മാളവികയുടെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. ജയറാം ഷൂട്ടിംഗ് പോയിരിക്കുകയാണെന്നും പാർവതി പറയുന്നു. സന്തോഷത്തിന്റെ പൊങ്കാലയാണ് ഈ വർഷത്തേത്. കല്യാണ തിരക്കായതിനാൽ കഴിഞ്ഞ വർഷം എനിക്ക് പൊങ്കാലയിടാൻ കഴിഞ്ഞിരുന്നില്ല. മക്കൾക്ക് വേണ്ടിയും ഇത്തവണ അടുപ്പിടുന്നുണ്ട്. താരം ഇന്ന് ആദ്യത്തെ തവണയാണ് പൊങ്കാലയിടാൻ വരുന്നത്. നമുക്ക് പൊങ്കാലയിടാൻ പോകാമെന്ന് അമ്മ പറഞ്ഞു എന്നായിരുന്നു തരുണി പറഞ്ഞത്. 2 കല്യാണങ്ങളും തടസ്സങ്ങളൊന്നും തന്നെയില്ലാതെ നടക്കുന്നതിന് വേണ്ടി നേരത്തെ പ്രാർത്ഥിച്ചിരുന്നു. ഒരു പ്രാവശ്യം പൊങ്കാലയിട്ട് കഴിഞ്ഞാൽ പിന്നെയും വരണമെന്ന് തോന്നും. അതൊരു ഭയങ്കര ശക്തി തന്നെയാണ്. അമ്മയുടെ ശക്തിയാണ് ഇങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. മറ്റ് വർഷങ്ങളിലെ പോലെയല്ല ഇത്തവണ. ഒത്തിരി സന്തോഷങ്ങളായാണ് വന്നത്. പകരത്തിന് പകരമായല്ല. കല്യാണങ്ങളെല്ലാം തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നു. അമ്മയുടെ അനുഗ്രഹത്തിന് നമ്മളെക്കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാനാവൂ. ആദ്യ വർഷം തന്നെ തരുണിക്കും വരാൻ പറ്റി. അതും ദേവിയുടെ അനുഗ്രഹം തന്നെയാണെന്ന് പാർവതി പറയുന്നു. മാളു യുകെയിലാണ്. അവരുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവരും ആദ്യത്തെ പ്രാവശ്യമാണ്. കുറേ കാലം മുമ്പേ പൊങ്കാലയെക്കുറിച്ച് കേട്ടിരുന്നു. 1991-ൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പിന്നെ 30 വർഷത്തോളം പുറത്തായിരുന്നുവെന്ന് മാളവികയുടെ അമ്മായിയമ്മ പറയുന്നു. ഇപ്പോഴാണ് പൊങ്കാലയിടാൻ അവസരം കിട്ടിയത്. അതും അശ്വതിയിലൂടെ. 6 മാസം മുമ്പായിരുന്നു ചേച്ചി പൊങ്കാലയിടുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങളെല്ലാം ഇവിടെ എത്തി എന്നായിരുന്നു നവനീതിന്റെ അമ്മ പറഞ്ഞത്. ചക്കിയും അമ്മയുമൊക്കെ പറഞ്ഞ് ഞാൻ പൊങ്കാലയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. കാളിദാസ് ചെന്നൈയിൽ ഷൂട്ടിലാണ്. എങ്ങനെയാണ് പൊങ്കാലയിടുന്നതെന്ന് ഇപ്പോഴാണ് പഠിച്ചത്. അമ്മയാണ് എല്ലാം പറഞ്ഞു തന്നത്. ഇനിയും വരാൻ ആഗ്രഹമുണ്ട് എന്ന് തരുണി പറയുന്നു. ക്യാമറയും മൈക്കുമായി അരികിലെത്തിയവരോടെല്ലാം തരുണി സംസാരിച്ചു. തിരക്കുകളിൽ നിന്നെല്ലാം മാറി താരങ്ങളെ പൊങ്കാല ഇടാനായി എത്തിയിട്ടുണ്ട്. പതിവ് തെറ്റിക്കാതെ ചിപ്പിയും ആനിയും സീമാജി നായരും എല്ലാം പൊങ്കാല വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു.